മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കാണുന്ന കൃഷി നിത്യവഴുതന എന്ന് പറയുന്ന ഒരു പച്ചക്കറിയെ പറ്റിയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, അതായത് ഒട്ടും തന്നെ ചിലവില്ലാതെ നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് നിത്യവഴുതന. നിത്യവഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഇതിൻ്റെ വിത്ത് ഇട്ട് കിളിപ്പിച്ച് അതിൻ്റെ ഫലം എടുത്തു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ആ കായ്ഫലം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നടാതെ തന്നെ ആ സ്ഥലത്ത് വീണ്ടും നിത്യവഴുതന കിളിച്ച് വരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് പറിക്കാനൊക്കാതെ നിൽക്കുന്ന ഇതിൻ്റെ കായ്കൾ അത് പഴുത്ത പാകമായി ഉണങ്ങി അതിൻ്റെ അരികൾ വീണാണ് ഇത് കിളിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രകൃതി നമുക്ക് കനിഞ്ഞരുളിയ പച്ചക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പച്ചക്കറി ഇനമാണ് നിത്യവഴുതന. എന്നാൽ നമ്മൾ പലരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം പല വലിപ്പത്തിലുള്ള നല്ല നീളമുള്ളതും നീളം കുറഞ്ഞതും ഒക്കെ ആയ നിത്യവഴുതന നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ വിത്ത് കിളിർപ്പിച്ച് നമുക്ക് നടാം. പക്ഷെ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ലവണ്ണം കിളച്ച് കല്ലും വേരും ഒക്കെ നീക്കം ചെയ്ത തടത്തിൽ വേണം, മണ്ണിൽ വേണം നമ്മൾ നട്ടു കൊടുക്കാനും. അല്പം വളം ചെയ്ത് കൊടുത്താൽ ധാരാളമായി ഇത് കായ്ക്കും. ഇതിപ്പം നട്ടിട്ട് ഒരു 15 ദിവസം ആയിട്ടേ ഉള്ളൂ. 15 ദിവസമായി ഇത് നട്ടിട്ട് ഇപ്പം തന്നെ ഇത് ഇലകളൊക്കെ വന്ന് വള്ളിയാവറായി. കനം കുറഞ്ഞ വള്ളികളിലാണ് പൂക്കളുണ്ടായി കായ്കൾ ഉണ്ടാകുന്നത്. ഇത് നല്ല നീളമുള്ള ഒരിനം നിത്യവഴുതനയാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തിന് നമുക്ക് പാവയ്ക്ക, അതുപോലെ തന്നെ വഴുതനങ്ങ, വെണ്ടയ്ക്ക എന്നിവ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് തോരനായിട്ടും മെഴുക്ക് പുരട്ടിയായിട്ടും ഒക്കെ ഇത് സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് നട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു താങ്ങുകാൽ കൊടുക്കണം. ഇതിപ്പം ഞാൻ താങ്ങുകാൽ കൊടുത്ത് കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ, സാധാരണ ഞാൻ എല്ലാ പച്ചക്കറികൾക്കും ചെയ്യുന്ന വളം നമ്മുടെ പിന്നെ ചീമക്കൊന്നയുടെ ഇലയും, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കടല പിണ്ണാക്കും ഒക്കെ ഞാൻ ലയിപ്പിക്കും. ഒരു വലിയ ഡ്രമ്മിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് അത് ലയിപ്പിക്കുന്ന വെച്ചാൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ 12 ദിവസം അല്ലെങ്കിൽ 10 ദിവസമെങ്കിലും ഇത് വെള്ളത്തിലിട്ടേക്കണം. അങ്ങനെ വെള്ളത്തിലിട്ട് കഴിയുന്നൊന്നേ ഇത് ആ വെള്ളത്തിൽ ലയിച്ച് തരും. അങ്ങനെ അതിൽ നിന്നും ഓരോ കപ്പ് കോരി 10 കപ്പ് വെള്ളം കൂടെ ചേർത്ത് യോജിപ്പിച്ചാണ് ഞാനിതിനൊക്കെ തളിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, വളരെ കുറഞ്ഞ ചിലവിൽ എല്ലാ പച്ചക്കറികളും നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതും മാത്രമല്ല, ഈ പച്ചക്കറിയുടെയൊക്കെ ആയുസ് ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ നട്ടുപിടിപ്പിക്കുന്ന ഈ നിത്യവഴുതന ഉൾപ്പെടെയുള്ള മിക്ക പച്ചക്കറികളും ഹ്രസ്വകാല വിളയാണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ എല്ലാ കൂട്ടുകാർക്കും അറിയാം. അപ്പോൾ നിത്യവഴുതന പോലെയുള്ള ഹ്രസ്വകാല പച്ചക്കറികൾ ഒരു 6 മാസം കൊണ്ട് അതിൻ്റെ കായ്ഫലം തന്നതിന് ശേഷം അത് സ്വയം ഉണങ്ങി നശിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ലായനി വളം തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് 6 മാസം എന്നുള്ള ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ നമുക്ക് ഇത് നശിച്ചു പോകാതെ സംരക്ഷിച്ച് അതിൻ്റെ ആദായം എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, ചിലവ് തീരെ കുറവാണ്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യവും വളക്കടയിൽ പോയി വളമൊക്കെ മേടിക്കുമ്പോൾ നല്ല ചിലവാകും, വളത്തിനൊക്കെ നല്ല വിലയാണ്. എന്നാൽ ഇത് സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഒരു 2 കിലോ വേപ്പിൻ പിണ്ണാക്കും 2 കിലോ കടലപ്പിണ്ണാക്കും, നമുക്ക് ആവശ്യത്തിനുള്ള ചീമക്കൊന്നയുടെ ഇല, അതുപോലെ തന്നെ ഈ ഉപ്പില, ചീമക്കൊന്നയുടെ ഇല കിട്ടാൻ വഴിയില്ലെങ്കിൽ വട്ടയില അഥവാ ഉപ്പില എന്നൊക്കെ പറയുന്ന ഒരിലയുണ്ട്, ഈ ഇല. അതും കിട്ടാൻ വഴിയില്ലെങ്കിൽ പാളയംതുടം വാഴയുടെയോ റോബസ്റ്റ വാഴയുടെ ഇല കീറിയെടുത്ത് ആ പച്ചില ഇതിനകത്ത് ഇട്ട് വെച്ചെന്നാലും വളരെ നല്ല രീതിയിൽ ഒരു ലായനി വളമാകും. അത് നമ്മൾ പിന്നെ 10-12 ദിവസം വെള്ളത്തിനകത്ത് ഇട്ടേക്കണം. ഇട്ടതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു വലിയ കമ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പം ചെറിയൊരു ദുർഗന്ധം ഉണ്ടാകും. ആ ദുർഗന്ധം ഒഴിവാക്കാൻ നമ്മൾ അല്പം ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ശർക്കര ഇട്ടാൽ ദുർഗന്ധം ഒഴിവാക്കി കിട്ടും. പിന്നെ വളത്തിനെല്ലാം പൊതുവേ ചെറിയൊരു ദുർഗന്ധം ഉണ്ടല്ലോ, എല്ലുപൊടി ഉൾപ്പെടെയുള്ള എല്ലാ വളത്തിനും ദുർഗന്ധമുണ്ട്. അതങ്ങനെയാണ് കൃഷി ചെയ്യുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. കാരണം സസ്യങ്ങൾ ഇത് വലിച്ചെടുക്കണമെങ്കിൽ ഇത് ഇത്തരത്തിൽ വിഘടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദുർഗന്ധം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മുടെ ഈ പച്ചക്കറി കൃഷികൾക്ക് ഈ തയ്യാറാക്കുന്ന ലായനി വളം എല്ലാ വിളകൾക്കും നല്ലതാണ്. വാഴയ്ക്ക് വരെ നല്ലതാണ്,
പക്ഷേ പച്ചക്കറി വിളയ്ക്ക് നമുക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഇത് ഒഴിച്ചു കൊടുക്കുന്ന ആ ദിവസം തന്നെ വേരുകൾ ഇത് ആഗിരണം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകത. ഇത് തന്നെ ഈ നിത്യവേദന ഈ അരി പാവി ഈ ഇത്രയും പരുവായതിപ്പോൾ ഒരു 15-20 ദിവസം, 20 ആയില്ല, ഒരു 15 ദിവസമായി കാണത്തേ ഉള്ളൂ. 10-15 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഇതായിക്കഴിഞ്ഞു. അപ്പോൾ ഈ നിത്യവഴുതനങ്ങ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകൊണ്ട് കറിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഗുണമുണ്ട്. ഇന്ന് നമ്മൾ ദിനചര്യ രോഗങ്ങളായി കണ്ടുവരുന്ന പ്രമേഹം, ഈ പ്രമേഹം, രക്തസമ്മർദ്ദം, അപ്പോൾ ഈ സംഗതികൾക്കൊക്കെ ഈ പച്ചക്കറി ഒരു പരിധിവരെ ഇതിൻ്റെ വളർച്ച, അതായത് ഇത് ഉണ്ടാകുന്നതിനെ തടയാൻ സാധിക്കുന്നു എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു സത്യമാണ്. അപ്പം ഈ മാംസാഹാരങ്ങൾ കുറച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ ദിനചര്യ രോഗങ്ങൾ ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്ന് മാത്രമല്ല, നമുക്ക് മണ്ണുമായിട്ടും അതുപോലെ തന്നെ സസ്യങ്ങളുമായിട്ടും ബന്ധപ്പെടാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. മണ്ണുമായിട്ട് പഴയ കാലങ്ങളിൽ ആൾക്കാർ ബന്ധപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഈ ദിനചര്യ രോഗങ്ങളൊക്കെ പണ്ട് കുറവായിരുന്നു. കാരണം മണ്ണും നമ്മളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും മണ്ണുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതിൽ നിന്നും ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിത്യവേദന ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ നമുക്ക് അത് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഈ സ്ഥലവിസ്തൃതി എന്നൊരു പലർക്കും ഒരു പ്രശ്നമാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന വസ്തുക്കളൊന്നും ഇപ്പോഴില്ല. അത് പല വീതങ്ങളായിട്ട് മാറുന്നേയും അല്പമായിട്ട് മാറും. ചെറിയ ഒരു 2 സെൻറ്റോ 3 സെൻറ്റോ ഒക്കെ കാണും. അപ്പോൾ അതിനകത്ത് വീട് വെക്കുന്നുണ്ട്. നമുക്ക് ചില കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്നുള്ളൊരു പരാതിയുണ്ട്. പക്ഷേ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. അപ്പോൾ അത്തരം സ്ഥലം മാത്രമേ ഉള്ളെങ്കിൽ പോലും നമുക്ക് ചാക്കിൽ, അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ, അതുപോലെ തന്നെ ചട്ടിയിൽ ഒക്കെ, ഡ്രമ്മിലും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രോ ബാഗൊക്കെ ആണെങ്കിൽ ഒരു 4 കൃഷി വരെ നല്ലോണം അതിനകത്ത് നടാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, പല യൂട്യൂബ് ചാനലുകളും കൃഷിയെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ അമിതമായ വളപ്രയോഗ രീതികൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല. മിതമായ രീതിയിലുള്ള വളം പല പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് വിളകൾക്ക്, ഈ പച്ചക്കറി വിളകൾക്ക് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഈ ചാണകം, കോഴിക്കാഷ്ടമൊക്കെ ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചാണകം ഒരു കാരണവശാലും കൊണ്ട് കട്ടയായിട്ട് ഇടരുത്. പകരം അത് ഉണക്കി പൊടിച്ച് അതിന് ശേഷം മാത്രമേ ഇടാവൂ. അതല്ലെങ്കിൽ അത് വെള്ളത്തിലിട്ട് നേർപ്പിച്ച് പിന്നെ അതിൻ്റെ ലായനി മാത്രമേ ഒഴിക്കാവൂ. കാരണം ചാണകത്തിലൊക്കെ പഴയ കാലങ്ങളിലുള്ള ചാണകമല്ല ഇപ്പോൾ കിട്ടുന്നത്. ഇതിനകത്തൊക്കെ ധാരാളം ജീവികൾ വന്ന് മുട്ടയിടും. ആ ജീവികളുടെ മുട്ടകൾ വിരിഞ്ഞ് ഈ പച്ചക്കറികൾക്കൊക്കെ ധാരാളം കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, കോഴിക്കാഷ്ടം ഇടുമ്പോൾ ഫാമിൽ നിന്നൊക്കെ നമ്മൾ കോഴിക്കാഷ്ടം മേടിക്കുമ്പോൾ ഫാമിൽ ലിറ്റർ പിരിക്കുക എന്ന് പറയുന്ന ഒരു, അതായത് ഈ മില്ലിൽ തടി അറക്കുന്ന മില്ലിൽ പോയി തടി അറക്കുന്നതിൻ്റെ പൊടി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ കോഴിക്കൂട്ടിനകത്ത് വിരിക്കും. വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് കോഴിയെ കിടത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് അതിനകത്താണ് കോഴി കാഷ്ടിക്കുന്നത്. അപ്പോൾ ഇത് തേക്ക് ഉൾപ്പെടെയുള്ള ചില തടികളുടെ പൊടികൾ ഈ സസ്യങ്ങളുടെ വേരുകളുടെ വളർച്ചയെ തടയുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമുക്കിപ്പം മില്ലിൽ നിന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തേക്കിൻ്റെ പൊടിയുണ്ടോന്നും നോക്കാനൊക്കത്തില്ലല്ലോ. അതിൻ്റെ ഫലമായിട്ട് ഇത് വാങ്ങിച്ചിടുന്നുണ്ടെങ്കിൽ ആ സസ്യം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചാണകവും കോഴിക്കാഷ്ടത്തിൻ്റെയൊക്കെ ഉള്ള വളപ്രയോഗം ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തത്. ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു. അതിൻ്റെ മറുപടിയായിട്ടാണ് ഞാൻ ഇപ്പോഴിത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ സുഹൃത്തുക്കളും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ശാരീരികമായി മാനസികമായി ഒരു സംതൃപ്തി ലഭിക്കും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതുപോലെ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ എന്ന് പറയുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, ഒട്ടും ചിലവില്ലാതെ തന്നെ ഒരാൾക്കും ഒറ്റയ്ക്ക് ലഘുവായ രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത്. ഇത്തരം അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹായ സഹകരണങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.